മുസ്ലിം ലീഗിന്റെ ഡൽഹിയിലെ പുതിയ ആസ്ഥാന മന്ദിരം ഈ മാസം തുറക്കും. ഖായിദെ മില്ലത്ത് സാംസ്കാരിക കേന്ദ്രത്തിന്റെ രജിസ്ട്രേഷൻ ഈ മാസം 15-നാണ്. വിലക്ക് വാങ്ങുന്ന കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നവീകരണത്തിന് ശേഷം നടത്താനാണ് പദ്ധതി. മുസ്ലിം ലീഗിന്റെ ദേശീയ ആസ്ഥാന മന്ദിരത്തിനായി ധനസമാഹരണം പൂർത്തിയാക്കി മാസങ്ങൾ പിന്നിട്ടിട്ടും ഓഫീസിന്റെ തുടർ നടപടികൾ വൈകിയതിൽ വ്യാപക വിമർശനമാണ് ഉയർന്നത്. ഡൽഹിയിൽ വിലക്ക് വാങ്ങുന്ന കെട്ടിടത്തിന്റെ രജിസ്ട്രേഷന് നേരിട്ട സാങ്കേതിക തടസ്സമാണ് ഈ വിമർശനങ്ങൾക്ക് വഴിയൊരുക്കിയത്. മാസങ്ങൾ നീണ്ട പരിശ്രമങ്ങൾക്കൊടുവിൽ ഇപ്പോൾ കെട്ടിടം രജിസ്ട്രേഷന് തയ്യാറായിരിക്കുകയാണ്. കെട്ടിടത്തിന്റെ രജിസ്ട്രേഷനായി അനുബന്ധ നടപടിക്രമങ്ങൾ പൂർത്തിയായി. ഫെബ്രുവരി 15-ന് രജിസ്ട്രേഷൻ നടത്താനാണ് തീരുമാനം. ഇതിനായി പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ ഉൾപ്പെടെയുള്ളവർ ഡൽഹിയിലെത്തും. ഫെബ്രുവരി അവസാനത്തോടെ താൽക്കാലികമായി ദേശീയ ആസ്ഥാനം പ്രവർത്തനം തുടങ്ങാനുമാണ് ലീഗ് ലക്ഷ്യമിടുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിലടക്കം ദേശീയ ആസ്ഥാനം സജീവമാക്കാനുമാണ് തീരുമാനം. അതേസമയം ദേശീയ ആസ്ഥാന മന്ദിരത്തിന്റെ മറവിൽ പിരിവെടുത്ത് തുക വകമാറ്റിയെന്നതടക്കം ആരോപണമുന്നയിച്ച് മുൻമന്ത്രി KT ജലീൽ MLA അടക്കമുള്ളവരും രംഗത്തെത്തിയിരുന്നു. ഒരു മാസം നീണ്ട ഓൺലൈൻ ധനസമാഹരണത്തിലൂടെ 27 കോടിയോളം രൂപയാണ് ദേശീയ ആസ്ഥാനത്തിനായി മുസ്ലിം ലീഗ് സമാഹരിച്ചത്. ഇതുകൂടാതെ വിദേശത്തു നിന്നുള്ള ധനസമാഹരണവും നടന്നു. വിലയ്ക്ക് വാങ്ങുന്ന കെട്ടിടം ഓഫീസ് രൂപത്തിലേക്ക് മാറ്റുന്ന നിർമ്മാണ പ്രവൃത്തികളടക്കം പൂർത്തിയാക്കിയതിനു ശേഷമാകും വിപുലമായ ഔദ്യോഗിക ഉദ്ഘാടനം. ഷബീർ ഒമർ, മീഡിയ 1, കോഴിക്കോട്.